മധ്യപ്രദേശിലെ ഇൻഡോറിലെ അശോക് നഗറിലായിരുന്നു ഇഷിത എന്ന് പറയുന്ന പെൺകുട്ടി താമസിച്ചിരുന്നത്. അപ്പോൾ ഇഷിതയുടെ അമ്മയുടെ പേര് സരിത താക്കൂർ എന്നായിരുന്നു. അവരൊരു ബ്യൂട്ടീഷ്യൻ ആയിരുന്നു. അച്ഛൻ്റെ പേര് ഋഷി എന്നായിരുന്നു കേട്ടോ. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 9, 2023 ഇഷിതയ്ക്ക് ഒരു മെസ്സേജ് വരികയാണ്. ഇഷിത പഠിക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഒരു എയർ ഹോസ്റ്റസ് ആകാനായിരുന്നു ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മെസ്സേജ് അമ്മയുടെ ഫോണിൽ നിന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. താൻ അപകടത്തിലാണ്, തങ്ങളുടെ വീട്ടിൽ ആരോ കയറിയിട്ട് തന്നെ ആക്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വരണം, എന്നെ രക്ഷിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഒരു മെസ്സേജിൽ ഉണ്ടായത്. എന്നാൽ ഇഷിത ഒരു മെസ്സേജ് ഓപ്പൺ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് സാധാരണഗതിയിൽ പാരൻസിൻ്റെ ഒക്കെ മെസ്സേജ് ചെറിയ പിള്ളേർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു ഇമ്പോർട്ടൻസോ കാര്യങ്ങളോ ചിന്തിക്കില്ല, അവർ ഓപ്പൺ ചെയ്യില്ല. അതുകൊണ്ട് അതായത് മേ ബി ഓപ്പൺ ചെയ്യുന്ന ഒരുപാടധികം ആളുകളുണ്ട്, എന്നാലും കുറച്ച് പേര് ഇതേപോലെ തന്നെ പാരൻസിൻ്റെ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാത്തവരുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും അന്ന് ആ ഒരു മെസ്സേജ് ആ പെൺകുട്ടി ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, ഫ്രണ്ട്സായിട്ടൊക്കെ കറങ്ങി ഒരു വൈകുന്നേരം 8:15 ആയപ്പോഴാണ് ഇഷിത വീട്ടിലോട്ട് എത്തിയത്. അതുവരെ ഒരു മെസ്സേജ് നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയപ്പോൾ പുറത്തുനിന്ന് പൂട്ടി കിടക്കുന്നുണ്ട്. അങ്ങനെ വീട് തുറന്ന് അകത്തോട്ട് കയറിയപ്പോൾ ഇങ്ങനെ ഒരു പതിവില്ലാത്തതാണ്. ഇതെന്താണ് ഇപ്പോൾ പറ്റിയത്, അമ്മ എങ്ങോട്ടാണ് പോയത്, പറഞ്ഞില്ലല്ലോ തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു പെൺകുട്ടി വീടിൻ്റെ അകത്തോട്ട് കയറിയത്. അതിനുശേഷം സാധാരണ പോലെ തന്നെ എല്ലാ മുറിയിലും പോയി നോക്കുകയാണ്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച ആ പെൺകുട്ടി കണ്ടത്. വീട്ടിലെ ബെഡ്റൂമിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന 2 ബോഡി ആയിരുന്നു ആ പെൺകുട്ടി കണ്ടത്. അതിലൊന്ന് സരിത എന്ന് പറയുന്ന ഇവരുടെ അമ്മയായിരുന്നു. രണ്ടാമത്തത് ആരാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ക്ലോസ് റിലേറ്റീവ് ആയിരുന്നു. അപ്പോൾ ആ ക്ലോസ് റിലേറ്റീവിൻ്റെ ദേഹത്ത് ഒരു തുണി പോലും ഉണ്ടായിരുന്നില്ല. ആളെ നേക്കഡ് ആയിട്ടായിരുന്നു ചോരയിൽ കുളിച്ച് കിടക്കുന്നുണ്ടായത്. അപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത്? ആരാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്തത്? അയാൾ ഇതുപോലെ തന്നെ നേക്കഡായിട്ട് കിടക്കാനുള്ള കാരണം എന്താണ്? ഈ ഒരു കേസ് പോലീസുകാർ എങ്ങനെയാണ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഇതൊക്കെ കണ്ട് പേടിച്ച ഇഷിത ആദ്യം തന്നെ തൻ്റെ അച്ഛനായിട്ടുള്ള ഋഷിയെ വിളിക്കുകയാണ്. വിവരം അറിഞ്ഞ് ആൾ ഉടനെ തന്നെ സ്ഥലത്തോട്ട് എത്തുകയാണ്. ആളങ്ങോട്ട് എത്തുമ്പോഴേക്കും അവിടെ ആളുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അയൽവാസികളും ബാക്കിയുള്ള നാട്ടുകാരും എല്ലാവരും അവിടെ തിങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ആരൊക്കെയോ പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പോലീസുകാർ സ്ഥലത്തെത്തുകയാണ്. അവർ സ്ഥലത്തെത്തി ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. ആരാണ് എന്തിനാണ് ഇത് ചെയ്തതെന്നുള്ളൊരു ഐഡിയ അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് ഏകദേശം ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് സരിതയുടെ അടുത്തും അതുപോലെ തന്നെ ആ ഒരു സരിതയുടെ റിലേറ്റീവിൻ്റെ അടുത്തും അത്രത്തോളം വൈരാഗ്യമുള്ള ആരോ ആണ് ഇത്തരത്തിലുള്ളൊരു കൊല ചെയ്തിട്ടുള്ളത്. വളരെ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് വെച്ചിട്ട് ഇവരെ വെട്ടി മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓട്ടോപ്സി റിപ്പോർട്ടും മറ്റൊക്കെ വന്നപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഈ സരിതയുടെ റിലേറ്റീവിനെ 22ഓളം തവണ കുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സരിതയാണെന്നുണ്ടെങ്കിൽ 3 തവണയാണ് കുത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ കഴുത്തറുത്തായിരുന്നു കൊലപ്പെടുത്തിയിട്ടുണ്ടായത്. അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നൊന്നും തന്നെ കാണാതായിട്ടില്ല. അതുകൊണ്ട് റോബറി അല്ല എന്നുള്ളത് പോലീസുകാർ തീർച്ചയാക്കാണ്. പിന്നെ വീടിൻ്റെ ഉള്ളിലോട്ട് ഫോഴ്സ്ഡ് എൻട്രി നടന്നതിൻ്റെ ലക്ഷണങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരോട് 2 പേരോടും ഒരു പേഴ്സണൽ വെഞ്ചൻസ് ഉള്ള ആരോ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യം ചെയ്തത് എന്നുള്ള ഒരു അസംഷനിലോട്ട് പോലീസുകാർ എത്തുകയാണ്. അതുപോലെ തന്നെ ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത്തരത്തിലുള്ളൊരു കൊലപാതകം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു ചിന്ത കൂടെ പോലീസിന് ഉണ്ടാവുകയാണ്. അപ്പോൾ ഇയാളെ നെയ്ക്കഡായിട്ടാണല്ലോ അവിടെ നിന്ന് കിട്ടിയത്, അതായത് സരിതയുടെ റിലേറ്റീവിനെ. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊലപാതകവും അതുപോലെ തന്നെ വല്ല അവിഹിതങ്ങളുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളൊരു ആംഗിളിലൂടെ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണ്. ഈ മരിച്ച റിലേറ്റീവിൻ്റെ പേര് രവി താക്കൂർ എന്നായിരുന്നു. ആൾക്ക് 42 വയസ്സായിരുന്നു പ്രായം. അപ്പോൾ ആൾക്ക് ഹോട്ടൽ ബിസിനസ്സും മറ്റുമൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. സർവാത്തെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വൈഷ്ണോദേവി എന്ന് പറയുന്ന ഒരു ഹോട്ടലായിരുന്നു അയാളുടേത്. പിന്നെ ആളുടെ ഫാമിലിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 3 മക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഒരു ആളായിരുന്നു ഈ രവി എന്ന് പറയുന്ന വ്യക്തി. അതായത് ഇയാൾ ചെയ്തിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട ഫാമിലിയിലുള്ള ആളുകൾക്ക് എന്താ പറയുക, വളരെ തുച്ഛമായ വിലയിൽ ട്രിപ്പുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതായത് അമ്പലങ്ങളും മറ്റൊക്കെ കാണാൻ പോകുന്നതിനുള്ള ട്രിപ്പുകൾ 200 രൂപ 300 രൂപക്കൊക്കെ പല പല അമ്പലങ്ങളിൽ വിസിറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ട്രിപ്പുകളും മറ്റൊക്കെ ഇയാൾ ഓർഗനൈസ് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോലീസുകാർ കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഈ ഒരു സരിതയും അതുപോലെ രവിയും തമ്മിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് തുടർന്ന് പോകുന്നതായിട്ട് അവർക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 2 പേരുടെ ഫാമിലിയും തമ്മിൽ ഒരുപാടധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതൊന്നും വകവെക്കാതെ ഇവർ 2 പേരും ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് തന്നെ കൊണ്ടുപോവുകയായിരുന്നു. ആളുകളൊന്നും ഇല്ലാത്ത സമയത്ത് സരിതയുടെ വീട്ടിൽ വരുന്നത് റിലേറ്റീവ്സും അതുപോലെ തന്നെ നൈബേഴ്സും തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ അത്രയൊക്കെ ആയെങ്കിലും ഋഷി ഇല്ലാത്ത സമയങ്ങളിൽ രവി ഇതുപോലെ തന്നെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ കൊലപാതകമൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ക്ലോസ് റിലേറ്റീവ്സ് ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും ഇത്തരത്തിലുള്ളൊരു കൊലപാതകം ചെയ്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ആർക്കെങ്കിലും പൈസ കൊടുപ്പിച്ചിട്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തത് എന്നുള്ളൊരു അസംഷനിലോട്ട് പോലീസുകാർ എത്തുകയാണ്. അതായത് ഇപ്പോൾ രവിയുടെ വൈഫോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഋഷിയോ
അപ്പോൾ അവർ ഈ ഒരു ബന്ധവും കാര്യങ്ങളും ആ കൂടെ സീനായപ്പോൾ അവർ തന്നെ അറേഞ്ച് ചെയ്തൊരു കൊലപാതകമായിരിക്കും എന്നുള്ളൊരു ആംഗിളിലായിരുന്നു പോലീസുകാർ അന്വേഷണം തുടങ്ങിയത്. പിന്നെ നോക്കുമ്പോൾ കൊലയാളി തെളിവ് നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഹാളിലും മറ്റും ബ്ലഡ് സ്ട്രെയിൻസും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത് തുടച്ചു മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോലീസിന് വലിയ കാര്യമായിട്ട് ഫിംഗർ പ്രിൻറ്റ്സും മറ്റൊന്നും തന്നെ ലഭിച്ചില്ല. അപ്പോൾ അത്രത്തോളം സൂക്ഷ്മതയോട് കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള കൃത്യങ്ങളും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ പോലീസുകാരെയും നൈബേഴ്സിനെയും മറ്റുമൊക്കെ ചോദ്യം ചെയ്യുകയാണ്. അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും ആ ഒരു വീട്ടിൽ നിന്ന് കണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ പരിചയമില്ലാത്ത ആരെങ്കിലെയും ഈ ഒരു ഏരിയയിൽ കണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നൈബേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരു ഇൻഫോർമേഷൻ പോലീസിന് ലഭിക്കുകയാണ്. അതായത് ഒരു സ്ത്രീയും പുരുഷനും ആ ഒരു വീട്ടിൽ നിന്ന് പോകുന്നത്, ഒരു ഓട്ടോയിൽ കയറി പോകുന്നത് കണ്ടു എന്നുള്ളൊരു ഇൻഫർമേഷൻ ആയിരുന്നു അത്. ഇവരുടെ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 30-35 ഇടയിൽ ഏജ് തോന്നിക്കുന്നതായിട്ടും ഇവർ പോലീസിനോട് പറയുകയാണ്. അങ്ങനെ പോലീസുകാർ ആ ഒരു ഏരിയയിലുള്ള കംപ്ലീറ്റ് CCTV മറ്റൊക്കെ പരിശോധിച്ചപ്പോൾ ഇതുപോലെ തന്നെ ഇത്തരത്തിലുള്ള 2 പേര് ആ ഒരു ഓട്ടോയിൽ കയറി പോകുന്നതിൻ്റെ വിഷ്വൽസ് പോലീസിന് ലഭിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ പോലീസുകാർ അതിൻ്റെ ഇടയിൽ ഈ സരിതയുടെയും രവിയുടെയും ഫോണൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വീട്ടിൽ നിന്ന് എവിടെ നിന്നും ആ ഫോൺ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഫോണും ഈ കൊലപാതകം ചെയ്തവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ടാകും എന്നുള്ളൊരു ചിന്ത പോലീസിന് വരികയാണ്. അങ്ങനെ ഇവർ കോൾ ഡീറ്റെയിൽസും മറ്റുമൊക്കെ സംഘടിപ്പിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ കോൾ ഡീറ്റെയിൽസൊക്കെ നോക്കിയപ്പോൾ ഇവരുടെ 2 പേരുടെയും നമ്പറിലോട്ട് ഒരു നമ്പറിൽ നിന്ന് കോള് വന്നത് പോലീസുകാർ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അതാരുടെ നമ്പറാണെന്ന് ട്രേസ് ചെയ്തപ്പോൾ മമത എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേരിലുള്ള ഒരു നമ്പറായിരുന്നു അത്. അങ്ങനെ മമതയെ പോലീസുകാർ വിളിപ്പിക്കുകയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. 32 വയസ്സായിരുന്നു മമതയുടെ പ്രായം. നിതിൻ പവാർ എന്നായിരുന്നു അവരുടെ ഹസ്ബൻഡിൻ്റെ പേര്. 35 വയസ്സായിരുന്നു ആളുടെ പ്രായം. അപ്പോൾ പോലീസുകാർ ഇതിൻ്റെ ഇടയിൽ ഇഷിതനെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇഷിതനോട് ഈ മമതയുടെ കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ ഇഷിത പറഞ്ഞു, അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് മമത ഇതുപോലെ തന്നെ വരുമെന്നുള്ളത്. ഞാനത് നിങ്ങളുടെ അടുത്ത് പറയാൻ വിട്ടുപോയതാണെന്നുള്ളൊരു തരത്തിൽ ആ പെൺകുട്ടി പോലീസിൻ്റെ അടുത്ത് പറയുകയാണ് ഉണ്ടായത്. അങ്ങനെ മമത ഇതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് വന്ന് ഒറ്റക്കായിരുന്നില്ല വന്നത്, ഹസ്ബൻഡിനെയും കൂട്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പോലീസുകാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായും വളരെ സ്പഷ്ടമായും ക്ലിയർ കട്ടായിട്ട് മറുപടി പറയാനായിട്ട് തുടങ്ങി. അതായത് ടക്ക് 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 എന്ന് പറഞ്ഞൊരു മറുപടി പറയുന്നുണ്ടായിരുന്നു. പോലീസുകാർ ഇതിനു മുൻപ് ഒരുപാടധികം ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സസ്പെക്ട് ലിസ്റ്റിലുള്ള കുറേ പേരെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരൊന്നും പറയുന്ന പോലെയുള്ള മറുപടി ആയിരുന്നില്ല മമത പറയുന്നുണ്ടായിരുന്നത്. എല്ലാം വളരെ ക്രിസ്പായിട്ടുള്ള മറുപടികളായിരുന്നു. തീരെ പാനിക് ആയിട്ടുണ്ടായിരുന്നില്ല, തീരെ പേടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ എന്തൊക്കെയോ ഒരു സംശയം മമതയുടെ മേൽ പോലീസിന് തോന്നുകയാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോലീസുകാർ മെയിനായിട്ട് ശ്രദ്ധിച്ച മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. മമതയുടെ കയ്യിൽ ഒരു കെട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ കിച്ചണിൽ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കത്തി സ്ലിപ്പായിട്ട് മുറിഞ്ഞതാണെന്നാണ് പറഞ്ഞത്. എന്നാൽ പോലീസുകാർക്ക് അതങ്ങ് വിശ്വസിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊലപാതകം നടന്ന മേർഡർ വെപ്പണും കത്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പിടിവലിയുടെ ഇടയിലായിരിക്കാം ഇത് നടന്നത് എന്നുള്ളൊരു ചിന്ത പോലീസിന് പോവുകയാണ്. അവരെയും അവരുടെ ഹസ്ബൻഡിനെയും നല്ല രീതിയിൽ പോലീസുകാർ ചോദ്യം ചെയ്യുകയാണ്. ഒരുപാട് സമയം അവർ പിടിച്ചു നിന്നെങ്കിലും അവസാനം അവർക്ക് എന്താ പറയുക, പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. അവർ ആകപ്പാടെ ബ്രേക്ക് ഡൗൺ ആവുകയാണ്. നടന്ന പല കാര്യങ്ങളും പറയുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഏകദേശ ധാരണ തന്നെ പോലീസിന് വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? രവി ചാരിറ്റി എന്നുള്ളൊരു നിലക്ക് ഒരുപാടധികം ആളുകളെ വളരെ തുച്ഛമായിട്ടുള്ള പൈസയിൽ പല അമ്പലങ്ങളും വിസിറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നില്ലേ? അങ്ങനെ ഒരു ട്രിപ്പിലായിരുന്നു ഈ ഒരു മമത ആദ്യമായിട്ട് സരിതയെ പരിചയപ്പെടുന്നത്. അങ്ങനെ ആ ഒരു ട്രിപ്പിൽ വെച്ചിട്ട് അവർ പരിചയപ്പെട്ടു. പിന്നീട് നല്ല ക്ലോസ് ആയി. ഈ ഒരു സരിതയാണ് രവിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നത്. രവിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറഞ്ഞു. ആൾക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആൾ നല്ലൊരു മനുഷ്യനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈ രവിയെയും മമതയെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ പിന്നെ സംസാരമായി. പതിയെ ആ ഒരു സംസാരം വേറൊരു രീതിയിലോട്ടുള്ളൊരു ബന്ധമായിട്ട് മാറുകയാണ്. അവസാനം അതൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലോട്ടും എത്തുകയാണ്. അങ്ങനെ ഇവർ സ്ഥിരമായിട്ട് കാണാനും അതുപോലെ തന്നെ എന്താ പറയുക കിടക്ക പങ്കിടാനും തുടങ്ങി. ഏകദേശം 8 മാസത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. എന്നാൽ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ രവിയുടെ മട്ട് മാറുകയാണ്. ആള് വേറെ ആളുകളുടെ ഒപ്പം കിടക്ക പങ്കിടാനായിട്ട് ഈ ഒരു സ്ത്രീയോട് പറയുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് താൻ വന്നുപെട്ട ആ ഒരു കുരുക്കിനെ കുറിച്ചും കേട്ട് മമതയ്ക്ക് ഏകദേശം ഒരു ബോധം വരുന്നത്. ഇത്ര കാലവും തന്നോടുള്ള പ്രണയത്തിൻ്റെ പുറത്തൊന്നും ആയിരുന്നില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് എന്നുള്ളൊരു ചിന്ത ആ ഒരു സ്ത്രീക്ക് ഉണ്ടായിരുന്നു. സരിതയും അതുപോലെ തന്നെ ഈ രവിയും കൂടെ തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യം അപ്പോൾ മാത്രമാണ് ഈ ഒരു മമത മനസ്സിലാക്കിയത്. ഈ സരിതയും രവിയും ചെയ്തുകൊണ്ടിരുന്നിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിതുപോലെ തന്നെ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യും. അപ്പോൾ ആ ട്രിപ്പിൽ വരുന്നതിൽ കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ നോക്കിയിട്ട് സരിത നോട്ടിടും. എന്നിട്ട് അവരുടെ അടുത്ത് പോയി സംസാരിക്കും, പരിചയപ്പെടും, കമ്പനിയാവും. അതിനുശേഷം ഈ ഒരു രവിനെ കുറിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊക്കി പറയും.
പിന്നീട് ഇവർ രണ്ടുപേരെയും തമ്മിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം രവി പിന്നെ ആ സ്ത്രീകളുമായിട്ട് സംസാരിച്ച് അവരെ തൻ്റെ പാട്ടിലാക്കി. അതിനുശേഷം അവരുമായിട്ടൊരു ഇലിസിറ്റ് റിലേഷൻഷിപ്പിലോട്ട് എത്തും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പും മറ്റുമൊക്കെ നടക്കുന്നത് ഇയാളുടെ ഹോട്ടലിലും മറ്റുമൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ആൾ ഹിഡൻ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞിട്ട് ഇവരുടെ വീഡിയോസും മറ്റുമൊക്കെ എടുക്കും. അതിനുശേഷം കുറച്ച് ആൾ കഴിയുമ്പോൾ ഇവർക്ക് ആവശ്യം വരുമ്പോൾ ആൾ പറയുന്ന ആളുകളുടെ ഒപ്പം കിടക്ക പങ്കിടാനായിട്ട് പറയും. അപ്പോൾ അവർ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ വീഡിയോ കാണിച്ചു കൊടുത്ത് ഭീഷണിപ്പെടുത്തും. ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇൻ്റർനെറ്റിൽ ഇടുമെന്നും ലോകം മുഴുവൻ കാണും തുടങ്ങിയിട്ടുള്ള രീതിയിൽ ആൾ പറയും. അപ്പോൾ അങ്ങനെയായിരുന്നു ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഈ ഒരു തൊഴിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് തന്നെയായിരുന്നു ഈ സരിതയുടെയും രവിയുടെയും മെയിൻ പരിപാടി. മമത അങ്ങനെ ഇത് ഡീൽ ചെയ്യാനായിട്ട് ശ്രമിച്ചു, കരഞ്ഞ് കാല് പിടിച്ച് നോക്കി, എന്തൊക്കെ പറഞ്ഞിട്ടും ഈ ഒരു രവി വിടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർക്ക് ഡീൽ ചെയ്യാൻ താങ്ങാൻ പറ്റാത്തൊരു സന്ദർഭം വന്നപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഈ എല്ലാ കാര്യങ്ങളും, അതായത് ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഈ രവിയെയും അതുപോലെ തന്നെ സരിതയെയും കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യാണ്. ഇവർ രണ്ടുപേരെ മാത്രമായിരുന്നില്ല കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, സരിതയുടെ മകളായിട്ടുള്ള ഇഷിതയെയും കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ രവിനെ കൊല്ലാനായിട്ട് തീരുമാനിച്ചതിൻ്റെ പിന്നിലുള്ള കാരണം ഇതൊക്കെ തന്നെയായിരുന്നു. അതായത് ആളുടെ കയ്യിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അയാൾ ഒരുപാടധികം പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാടധികം സ്ത്രീകളുടെ ജീവിതം അയാൾ നശിപ്പിക്കും. അപ്പോൾ അയാളെ വെറുതെ വിടാൻ പറ്റില്ല. അതുകൊണ്ട് അയാളെ കൊല്ലാനായിട്ട് തീരുമാനിക്കുകയാണ്. രണ്ടാമത്തത് സരിതയുടെ കാര്യം. ഈ സരിത ഉള്ളതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെ ആകുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള ഈ നെക്കത്തിൻ്റെയും കാരണക്കാരി സരിതയാണ്. തൻ്റെ ജീവിതം നശിപ്പിച്ചത് സരിതയാണ് എന്നുള്ളൊരു ചിന്തയായിരുന്നു ഈ ഒരു സ്ത്രീക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ സരിത തൻ്റെ മാത്രമല്ല വേറെ ഒരുപാട് പെൺകുട്ടികളെയും സ്ത്രീകളുടെയും ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത ഈ ഒരു സ്ത്രീക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ സരിതയും കൊല്ലാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെ നിന്നാണ് ഇഷിത വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഈ രവി ഈ സ്ത്രീയെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇഷിതയും ഈ ഒരു സ്ത്രീയുടെ അടുത്തും വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് മോശമായിട്ട് ചീത്ത പറയുക, അതുപോലെ തന്നെ വളരെ മോശമായിട്ട് ആ ഒരു സ്ത്രീനെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം ഇവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇഷിതയെയും കൊല്ലാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് സ്കെച്ചൊക്കെ ഇട്ട് ഒരു കറക്റ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ അവർ പ്ലാൻ ചെയ്ത ദിവസം വന്നെത്തി December 9. അപ്പോൾ അന്നത്തെ ദിവസം നേരെ ഇതുപോലെ തന്നെ സരിതയുടെ വീട്ടിലോട്ട് പോയിട്ട് ആദ്യം തന്നെ സരിതയെ അവർ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം സരിതയുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇഷിതയ്ക്ക് മെസ്സേജ് അയച്ചു. ഇതുപോലെ തന്നെ വീട്ടിൽ ആരോ കയറി തന്നെ ആക്രമിക്കുന്നുണ്ട്, വേഗം വന്നിങ്ങനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് ആയിരുന്നു അത്. ഇഷിത അത് നോക്കിയില്ല. പിന്നെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മമത ഇതുപോലെ തന്നെ രവിയെ വിളിക്കുകയാണ് ഉണ്ടായത്. രവിയോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ സരിതയുടെ വീട്ടിലുണ്ട്, അവിടെ ആരുമില്ല, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ടൈം ഇട്ട് നമുക്ക് എൻജോയ് ചെയ്യാമെന്ന് പറയുകയാണ്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി രവി നേരെ അങ്ങോട്ട് എത്തുകയും ചെയ്തു. രവി അങ്ങോട്ട് എത്തിയതിന് ശേഷം ഈ ഒരു സ്ത്രീ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളോട് അവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞു. വന്നിട്ട് കണ്ണ് കെട്ടി എന്നിട്ട് ആളുടെ വസ്ത്രങ്ങൾ അഴിച്ച് മാറ്റുകയാണ് ഉണ്ടായത്. കണ്ണെട്ടിയപ്പോൾ ആൾ എന്താ പറയുക, വേറൊരു രീതിയിലൊക്കെ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ആളുടെ വസ്ത്രങ്ങളെല്ലാം തന്നെ അഴിച്ചു മാറ്റിയ ആ ഒരു സമയത്ത് വീടിൻ്റെ അകത്ത് ഒളിച്ചിരുന്നിരുന്ന നിതിൻ ചാടി വീഴുകയാണ്. ഇയാളെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു. ഇവർ രണ്ടുപേരെയും കഴുത്തറുത്താണ് മരണം ഉറപ്പാക്കിയത്. ഇവരുടെ കയ്യിൽ ഒരു കത്തിയും അതുപോലെ തന്നെ അമ്പലത്തിലത്തെ വാളിൽ അതുപോലത്തെ ഒരു ആളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതായിരുന്നു ഇവർ കൊല ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആയുധങ്ങൾ. ഇഷിതയാണെന്നുണ്ടെങ്കിൽ ഇവർ പ്രതീക്ഷിച്ച സമയത്ത് വന്നില്ല. അതുകൊണ്ട് തന്നെ ഇഷിതയെ വെറുതെ വിടാമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ പുറത്തോട്ട് ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവർ നല്ല ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെ ട്രാക്ക് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഈ ഒരു സ്ഥലത്തോട്ട് വന്നപ്പോൾ അവർ 2 ഓട്ടോ പിടിച്ചാണ് വന്നത്. അതായത് ഇടയിലൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് വേറെ ഓട്ടോ പിടിച്ചിട്ടായിരുന്നു ഈ ഒരു സ്ത്രീയുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടായത്. അത്രത്തോളം അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഹാളിലുണ്ടായിരുന്ന കംപ്ലീറ്റ് ബ്ലഡ് സ്ട്രെയിൻസ് ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ആ ഒരു ബോഡി ഇതുപോലെ തന്നെ വലിച്ച് ബെഡ്റൂമിലോട്ട് കൊണ്ടുപോയി ഇടുകയാണ് ഉണ്ടായത്. അതായത് മറ്റേ രവിയുടെ ബോഡി. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ്സ് വരാതിരിക്കാനായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത്രത്തോളം അവർ ശ്രദ്ധിച്ചിട്ടായിരുന്നു ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇവരുടെ രണ്ടുപേരുടെയും മൊബൈൽ ഫോണും കൊണ്ട് ഓട്ടോയിൽ നേരെ അവർ വീട്ടിലോട്ട് പോവുകയാണ്. രക്തം ആയിട്ടുണ്ടായിരുന്ന ഡ്രസ്സും കാര്യങ്ങളും ഈ ഫോണും ബാക്കിയുള്ള തെളിവുകളെല്ലാം തന്നെ അവിടെ ഇട്ട് കത്തിക്കുകയാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് ആ ഒരു ചാരം വരെ അവർ പുറത്ത് കൊണ്ടുപോയി കളയുകയാണ് ഉണ്ടായത്. ഏതൊരു തരത്തിലും തങ്ങളുടെ അടുത്തോട്ട് പോലീസുകാർ വരരുത് എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടിയിട്ടായിരുന്നു ഇതെല്ലാം തന്നെ ചെയ്തത്. എന്നാൽ പോലീസുകാർ കൃത്യമായിട്ട് അങ്ങോട്ട് എത്തുക തന്നെ ചെയ്തു. ഇതാണ് നിതിനും മമതയും പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നാൽ രവിയുടെ ബ്രദറായിട്ടുള്ള ഗോലു വർമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നുണയാണെന്നുള്ളതാണ്. അതായത് നിതിനും മമതക്കും കൂടെ ഈ രവി ഒരു 7 ലക്ഷം രൂപ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പൈസ തിരിച്ച് ചോദിച്ചപ്പോൾ തുടങ്ങിയിട്ട് ഇവർ അതും ഇതൊക്കെ പറയുന്നതാണ്. അപ്പോൾ തിരിച്ചു കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തൻ്റെ ബ്രദറിനെ കൊന്നത് എന്നുള്ള രീതിയിലായിരുന്നു അയാൾ പറഞ്ഞത്. എന്നാലും അത് നോക്കാന്നുണ്ടെങ്കിലും 1-2 സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. പബ്ലിക്കും ചോദിക്കുന്നത് അതൊക്കെ തന്നെയാണ്.
അപ്പോൾ അതിലൊന്നാമത്തെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ പൈസയുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇയാളെ മാത്രമല്ലേ കൊല്ലേണ്ട കാര്യമുള്ളൂ, സരിതനെ കൊല്ലേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇയാളെ കൊല്ലുമ്പോൾ എന്തിനും നെയ്ക്കഡായിട്ട് കൊല്ലണം? ഇങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, ഇത്തരത്തിലുള്ള ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പും കാര്യങ്ങളൊന്നും ഇയാൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തിനാ അയാളെ നഗ്നനാക്കിയിട്ട് കൊലപ്പെടുത്തണം എന്നുള്ളൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ് ഉണ്ടായത്. പിന്നെ അന്വേഷിച്ച സമയത്ത് പോലീസിനും മനസ്സിലായി ഇവരുടെ ഫാമിലിയിലും കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഇവരുടെ രണ്ടുപേരുടെയും ഈ ഒരു റിലേഷൻഷിപ്പിനെ ചൊല്ലിയിട്ട്. എന്നാൽ ഇവർ രണ്ടുപേരും ഇത് കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പോലീസുകാർ ഇപ്പോൾ കുറ്റവാളികളെ കണ്ടെത്തിയിട്ടുണ്ട്, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു കേസിൽ എന്തൊക്കെ പ്രോഗ്രഷൻ ഉണ്ടാവും എന്നുള്ളത്, അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസ്റ്റുകളോ മറ്റും ഉണ്ടാവുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. അപ്പോൾ എന്താണ് നിങ്ങൾ കരുതുന്നത്? ഈ ഒരു കേസിൽ ഇനി എങ്ങനത്തെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഈ ഒരു കേസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.